ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പളനി പോയ ഒരു ട്രിപ്പിൻ്റെ കുറിച്ച് ഫസ്റ്റ് പാർട്ടായിട്ട് ഇട്ടിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഗുരുവായൂർ ആണ് ലാസ്റ്റ് കാണിച്ചത്. ഗുരുവായൂരിൽ നിന്ന് നേരെ ഞങ്ങൾ പളനിയിലേക്കാണ് വന്നത് കേട്ടോ. പളനിയിൽ എനിക്ക് തോന്നുന്നു ഒരു 3:30 മണിയൊക്കെ എത്തി. ഒരു എല്ലാവർക്കും കൂടെ കുളിക്കാനും നനയ്ക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ ആയിട്ട് ഒരു റൂം എടുത്തു. അത് എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൂടെ സെപ്പറേറ്റ് 2 റൂമായിട്ട് എടുത്തു. അങ്ങനെ 10-40 കുളിമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് സന്തോഷ് കല്യാണ മാൾ അങ്ങനെയാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചു. ഇനി ഞങ്ങൾ പളനിയിലേക്ക് മല ചവിട്ടാനുള്ള പ്ലാനാണ്. ഉണ്ട് കണ്ടോ, ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. അവിടെ ഒരുപാട് പേര് വന്ന് സ്റ്റേ അടിച്ചിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കണ്ടു ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കണം. ആലപ്പുഴയിൽ നിന്നൊരു ടീം വന്നിട്ട് അവിടെ താമസിക്കുകയാണ്. അവരവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ കാർ പോർച്ചിനകത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അവർ തലേന്നേ വന്നതാണ്. അവരിനി അന്ന് വൈകിട്ടേ പോകത്തുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഉച്ചയാകുമ്പം തിരിക്കാനുള്ള പ്ലാനിലാണ്. അപ്പം എപ്പോൾ പടി കയറുമെന്നോ എപ്പോഴും തിരിച്ചിറങ്ങുമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ക്യൂ ഉണ്ടെന്നോ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ അതൊക്കെ തന്നെ മുല്ലപ്പൂവൊക്കെ ഇട്ട് വിൽക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും മേടിച്ചു. ഒരു മുഴം മുല്ലപ്പൂവിന് 100 രൂപ മറ്റോ ആണ്. എന്നിട്ട് അവിടെയാണെങ്കിൽ ഒരുപാട് ഉടായ്പകളുണ്ട് കേട്ടോ. അത് നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വസ്തുക്കൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം തോനെയും കിട്ടും. കാല്, കൈ, പിന്നെ പിന്നെ ശൂലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ടിട്ട് വിൽക്കും. നമുക്കിപ്പോൾ അങ്ങനെ നേർച്ചയുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുപോയിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ പോകുന്നത് മുരുകൻ ഭഗവാനെ നേരിട്ട് കാണാനും കൺകുളിർക്കെ കാണാനും കണ്ട് തൊഴാനും അല്ലേ. അപ്പം നമ്മൾ കഴിവിൻ്റെ പരമാവധി അത് എത്രയും പെട്ടെന്ന് കയറി ഒരുപാട് ക്യൂ ഒന്നും ഇല്ലാതെ കാണലെന്ന് പ്രാർത്ഥിച്ച് കയറി കണ്ട് ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അവിടെ ശരിക്കും കച്ചവടക്കാരുണ്ട് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയം കാണും, നമ്മുടെ കയ്യിൽ പൈസയും കാണത്തില്ല. ഞങ്ങൾ ഒന്നും മേടിച്ചതൊന്നുമില്ല കേട്ടോ. ഞാനൊരു സാധനവും മേടിച്ചിട്ടില്ല. ദേവുട്ടിക്ക് എന്താ മേടിച്ചത്? ദേവുട്ടിക്കൊന്നും മേടിച്ചില്ല. പളനിയിൽ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെ കമ്മലുകളുടെ നീണ്ടൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. കമ്മൽ കണ്ടാൽ എൻ്റെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവും. ഞാൻ അവിടെ നിന്നും അതൊക്കെ വീഡിയോ എടുത്തു. പക്ഷേ ഞാൻ ഒന്നും മേടിച്ചില്ല കേട്ടോ. കാരണം നമ്മളാ തൊട്ടടുത്ത അമ്പലത്തിലെ ഉത്സവങ്ങളൊക്കെ അല്ലായിരുന്നു. ഉത്സവത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന കണക്കൊക്കെ ഞാൻ മേടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ വഴി കൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ മുട്ടയടിക്കാനുള്ളവരുണ്ടായിരുന്നു. തലനേർച്ചയുടെ ഭാഗമായിട്ട് തല മുട്ടയടിക്കാനുള്ളവരുണ്ടായിരുന്നു. അവർ രാവിലെ പോയി മുട്ടയടിച്ച് ചന്ദനമൊക്കെ തേച്ച് വന്നു. പിന്നെ മല ചവിട്ടാനായിട്ട് റെഡിയായി എല്ലാവരും. ഞാൻ മോൾക്ക് കാല് വയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങളും ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ മുന്നേ നടന്നു പോയി. അവരൊക്കെ പിറകെ വരാമെന്ന് പറഞ്ഞു. കാരണം മോൾക്ക് വയ്യാത്തത് കൊണ്ട് ഒരുപാട് താമസിക്കും. അപ്പം നമ്മളൊരു കൂട്ടം ആൾക്കാരുമായിട്ട് പോകുമ്പോൾ നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, മോളെ കൊണ്ട് മുന്നേ പോയി. അവർ ചിലർ പക്ഷേ കയറി വരുമ്പോഴത്തേക്കും ഞാൻ എത്തി കാണത്തില്ല. ആ ഒരു വിചാരത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോയത് കേട്ടോ. പോയി ഞങ്ങൾ ആ വഴിയോരം കാണുന്ന കച്ചവടക്കാരെയൊക്കെ കണ്ടു. പക്ഷേ ഇങ്ങനെ നടക്കുന്ന ഒരു വൈബാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ പൂക്കച്ചവടക്കാർ തന്നെയാണ്. എനിക്ക് ആകർഷണം തോന്നിയില്ല. പിന്നെ കമ്മലും കുപ്പിവളയും. പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ. ഒറ്റ സാധനം പളനിയിൽ നിന്ന് മേടിച്ചിട്ടില്ല. ആകെ മേടിച്ചതെന്ന് പറഞ്ഞാൽ പ്രസാദം വാങ്ങിച്ചു, മലര് മേടിച്ചു. അല്ലാതെ വേറെ ഒരു സാധനവും മേടിച്ചിട്ടില്ല. പിന്നെ പല കച്ചവടക്കാരും ഇല്ല. എന്താ സംഭവം എന്നറിയത്തില്ല. മറ്റേത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിന് മുന്നേ ഞാൻ പളനി പോയ സമയത്ത് 2 സൈഡിൽ നിറയെ കച്ചവടക്കാരാണ്. വളയും മാലയും ടീഷർട്ടും അതും ഇതും. പിന്നെ അവർ നമ്മളെ പറ്റിക്കുകയും ചെയ്യും. പളനി എന്ന് പറയുന്ന പരിപാവനമായ സ്ഥലത്ത് നല്ല രീതിയിൽ അവർ പറ്റിപ്പ് നടത്തുന്നുണ്ട് കേട്ടോ. കച്ചവടത്തിൻ്റെ പേരിൽ നമ്മൾ ഇതിന് എത്ര രൂപയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി മേടിക്കാൻ നോക്കിയാൽ അവർ നമ്മളെ പറ്റിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ, ഈ സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകാൻ ട്രെയിൻ ഉണ്ടല്ലോ, അത് പക്ഷേ ഒരുപാട് സമയം നിൽക്കണം. മേലെ ചെന്നിട്ട് തിരിച്ചിറങ്ങുന്നത് അപ്പം വേറൊരു സമയമാണ്. ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. ആ സമയം കൊണ്ട് നമുക്ക് മെല്ലെ പടി നടന്ന് ചവിട്ടി മുകളിലേക്ക് പോകാം. അപ്പോൾ ആ ട്രെയിൻ താഴോട്ടും മേലോട്ടും പോകുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ എൻ്റെ ഫോൺ അത്ര സൂമിങ് ക്ലാരിറ്റിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഞാൻ ഉള്ള ഫോണിനകത്താണ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. എനിക്കിനി ഒരു ഫോൺ മേടിക്കണം. ഫോണൊരു പ്രശ്നം തന്നെയാണ്. എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സക്സസ് ആയിട്ട് വേണം എനിക്ക്
മേടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നല്ലൊരു ഫോൺ വാങ്ങിക്കണം. അല്ലെങ്കിൽ ഫോണിന് നമ്മൾ ക്യാമറയ്ക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ ഒന്നുകിൽ ആ സാംസങ് എക്സ്ട്രാ പ്രോയോ ആപ്പിളോ ഐഫോണില്ലേ അതോ മറ്റോ ഒക്കെ വേണം. നമ്മൾ ആ ഇരിക്കുന്ന ഫോൺ കൊണ്ട് പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ കണക്ക് ഞാൻ ഇതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ഈ ഒരു ഫോണിനകത്താണ്. മെല്ലെ മെല്ലെ നമുക്കെല്ലാം ഒക്കുമല്ലേ, ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാം ശരിയാവും. എല്ലാവർക്കും ഓരോരോ പ്രതീക്ഷകളാണ്. ഞാൻ എപ്പോഴും എല്ലാവരും പറയും വൈറ്റീച്ച സ്റ്റുഡിയോയിൽ കയറി നോക്കരുത്, എപ്പോഴും നോക്കരുത്. പക്ഷെ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ പ്രതീക്ഷയാണ് ഒരാൾ കൂടിയോ അല്ലെങ്കിൽ വാച്ചിങ് ഹവർ എത്രയായി, എത്ര വ്യൂസായി, ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഒരാൾ കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും സന്തോഷമാണ്. അപ്പം നമ്മളെ ചാനൽ തുടങ്ങി ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പ്രതീക്ഷ. എല്ലാവരും തുടങ്ങുന്നത് വലിയ സെലിബ്രിറ്റികളാവാനോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം, ആ ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങിയ എല്ലാവരുടെ ചാനലും സക്സസ് ആവട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവാന്റെ മുന്നിൽ. എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോരോ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭഗവാൻ നടത്തി തരട്ടെ. പിന്നെ ഞാൻ വഴിനീളെ ഓരോ നേർച്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ എന്താ പറയുക, കാവടി എടുക്കുന്നവർ അതൊരു ഭയങ്കര ആചാരമായിട്ടാണ് അവർ നടത്തുന്നത്. നമ്മളൊക്കെ സാധാരണ ഭഗവാനെ കാണണം, തൊഴണം, പോകണം. ദേവുട്ടി കയ്യിലൊരു ഫാനൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ചൂടൊട്ടും സഹിക്കത്തില്ല കേട്ടോ. ഒരു കുഞ്ഞു ഫാൻ വാങ്ങിച്ചു കൊടുത്ത്, അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ 200-250 രൂപയെ കണ്ടേ ഉള്ളൂ. അവിടെ ഒരു വലിയ ആര് കൊണ്ട് എത്ര വർഷം ഉണ്ടേ ആലവിടെ നിൽക്കണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോഴും ആലവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാഗിൽ ഒരു കടയൊക്കെ ഉണ്ട്. ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. എന്ത് പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഇപ്പോഴും ആ ആരോഗ്യത്തോടു കൂടി അവിടെ വന്നിരുന്ന് ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത് ഒരു സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ കാവടി എടുക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ അതായത് വ്രതം നിന്നിട്ടാണേ മലയ്ക്ക് പളനി ചവിട്ടാൻ പോയത്. വ്രതം എടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നല്ല വെയിലല്ലായിരുന്നോ, ഞാനും മോളും കാലിൽ ചെരുപ്പില്ലാണ്ട് ഭിക്ഷ എടുക്കാൻ പോയി. കാലിൻ്റെ തൊലിയെല്ലാം പോയി നല്ല രീതിയിൽ നൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ചെരുപ്പൊന്നും പറ്റത്തില്ല. പിന്നെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഫോൺ കൊണ്ടുപോയി. ഇനി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ളൊരു വിലക്കൊന്നുമില്ലായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ, അതായത് ഒരു 7 വർഷം മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ദേവുട്ടിക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ദേവുട്ടി പാവം എൻ്റെ കുഞ്ഞാ പടി മൊത്തം നടന്ന് ചവിട്ടി കയറി തിരിച്ചിറങ്ങിയത്. പക്ഷേ ഇപ്രാവശ്യം ദൈവം അനുഗ്രഹം തന്നില്ല പടി ചവിട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഫോണൊന്നും അലോഡല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു മനോഹരമായൊരു കാഴ്ചയുണ്ട്, അച്ഛനും മക്കളും കൂടെ ഡാൻസ് കളിക്കുന്നത്. അവർ ഒരു ഭയങ്കര ആഘോഷമായിട്ടാണ് അത് കണ്ടോ, അത് നിങ്ങൾ ഈ വിഷ്വലി കാണാൻ പറ്റും. അവർ അത്രയും ആരാധനയോടുകൂടി അതിൻ്റെ താളത്തിനനുസരിച്ച് അവർ തുള്ളുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, പളനിയിലും മലയുടെ അടുത്ത് കയറുന്ന പടിയുടെ അടുത്ത് എത്തിയപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു, ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് പടി കയറുന്നത് ശരിയല്ല, നിങ്ങൾക്ക് ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്ത് തരാം, അത് കഴിഞ്ഞിട്ട് കേബിൾ കാറിനകത്ത് പോകാൻ പറഞ്ഞു. ഞങ്ങൾ കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ കറണ്ടിൽ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. ആ ഓട്ടോറിക്ഷയിൽ കയറാൻ പോകും. ആ ഓട്ടോറിക്ഷ എനിക്ക് തോന്നുന്നു ഒരു 10-12 പേർക്ക് കയറാൻ പറ്റുമെന്ന് തോന്നേ. അങ്ങനെ ഞാനും മാമിയും മോളും കൂടെ അങ്ങനെ കേബിൾ കാറിൽ പോകാൻ ഓട്ടോറിക്ഷയിൽ കയറാൻ പോവുകയാണേ. കേബിൾ കാറിനകത്ത് കയറാനായിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലേക്ക് കയറി കേട്ടോ. ഓട്ടോറിക്ഷ ഡ്രൈവർ ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ആ പോകുന്ന വഴിക്ക് ഒരുപാട് എന്താ പറയുക, കുടങ്ങളൊക്കെ തലയിൽ ചുമന്നുണ്ട്. അതെന്ത് നേർച്ചയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു സൈഡിൽ കൂടെ ഫുള്ളും കാവടിയും തലയിൽ കൂടെ നേർച്ചയും നേർന്ന്, അത് തമിഴ്നാട്ടുകാരാണ് കൂടുതലും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിനകത്ത് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ കയറുന്നുണ്ട്. ഞങ്ങളെ കൂടെ വന്ന മാമി ഞങ്ങളൂടെ കയറുകയാണ്. ഈ മാമിക്കും കാലൊന്നും വയ്യാത്തതാണ്. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങൾ 3 പേരും കൂടാണ് ഒരുമിച്ച് പടി ചവിട്ടാനായിട്ട് പോയത്. അപ്പോഴാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ കയറരുത്, പടി ചവിട്ടരുത്, ബുദ്ധിമുട്ടാവും, നിങ്ങൾ കേബിൾ കാറിനകത്തോട്ട് ഞങ്ങളുടെ ഓട്ടോ തന്നെ നിങ്ങളെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. ഓട്ടോയ്ക്ക് പൈസയൊന്നും വേണ്ട, ഫ്രീ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പൈസ കൊടുത്താലും അവർ വാങ്ങിക്കത്തില്ല. അതൊക്കെ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടോ അമ്പലത്തിൻ്റെ വകയായിട്ടോ ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുള്ളും ഓരോ കാഴ്ചകൾ, നിറയെ കാഴ്ചകളുണ്ട്. ഞങ്ങളതൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല രസമാണ് കേട്ടോ. വനമല്ലേ, വനത്തിൻ്റെ ഒത്ത മുകളിലൊരു മലയുടെ മുകളിലല്ലേ അമ്പലം ഇരിക്കുന്നത്. ഇടയ്ക്ക് മയിലുകളെയൊക്കെ കാണാമായിരുന്നു.
അവിടെ പിന്നെ ശരിക്കും പൈസ നമ്മൾ ചെരുപ്പൊക്കെ അതിന് മുന്നേ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു, പൈസയൊന്നും വേണ്ട, അതൊക്കെ ഫ്രീ ആണ്. പക്ഷെ ഞങ്ങൾ ഫോൺ റൂമിൽ വെച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു, ഫോൺ ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. മാമി റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉടായിപ്പിച്ച് ഫോൺ കൈ വെച്ചിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുന്നതാവട്ടെ എന്ന് കരുതി ഞാൻ ഫോൺ റൂമിൽ വെച്ചിട്ടില്ലായിരുന്നു. അപ്പം അവർ ആ ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട്, അവിടെ നമ്മളാ ഡ്രൈവറും പറയുന്നുണ്ട്, ഫോൺ നിങ്ങൾ കൊണ്ടുപോകരുത്, ഫോൺ കൊണ്ട് കയറാൻ സമ്മതിക്കത്തില്ല, സ്ട്രിക്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ പണ്ടത്തെ ഒരു ഓർമ്മയിൽ ചുമ്മാ അതൊക്കെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസത്തിൽ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വലിയ ഗമയിൽ പോവാം കേട്ടോ. ഒരു സൈഡ് ഫുള്ള് മനോഹരമായ കാഴ്ചകളാണ്, ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ. പിന്നെ പോകുന്ന വഴിക്ക് ഫുള്ളും കൂടുതലും തമിഴ്നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഈ കാവടി എടുക്കുന്നതും കുടം എടുക്കുന്നതും. അവർ ഭയങ്കര നേർച്ചയായിട്ടും ഭയങ്കര ബഹളവും ആരവവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പോകുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങളും, ഞങ്ങൾ 2-3 അമ്പലങ്ങളിൽ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെരുപ്പ് കൊടുക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഫ്രീ ആണ്, പൈസ കൊടുക്കണ്ട. ഫോൺ കൊടുക്കുന്നതിന് എനിക്ക് തോന്നുന്നു 5 രൂപ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്. ഫോൺ കൊടുക്കുന്നതിന് അതിനൊരു കൂപ്പൺ തരും, ആ കൂപ്പൺ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. അത് തിരിച്ചു വരുമ്പോൾ അത് കളഞ്ഞു പോയാൽ പോയി. പിന്നെ ഫോൺ കൊടുക്കുന്നിടത്ത് ഫോൺ നമ്പർ അവർ മേടിച്ച് വയ്ക്കും. അപ്പോൾ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തിരുന്നാലും നമുക്ക് ഫോൺ കിട്ടും. പക്ഷേ ചെരുപ്പ് അങ്ങനെയല്ല കേട്ടോ, നമ്മളെ നമ്പർ പറഞ്ഞു, കൂപ്പൺ തന്നെ കയ്യിൽ വേണം. പിന്നെ നമ്മൾ കയറിയാൽ ചിലപ്പോൾ അവർ നോക്കാൻ പറയാം. അങ്ങനെ ഒരു മാമിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ഇതാണ് എൻ്റെ ചെരുപ്പെന്ന് പറഞ്ഞ് അവർ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ കൂപ്പൺ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഈ കേബിൾ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. മലയിൽ അതായത് മലയിൽ നമുക്ക് പടി ചവിട്ടണ്ട, പടി ചവിട്ടുന്നതിന് നമ്മൾ കേബിൾ കാറിനകത്തോട്ട് പോവുകയാണ്. എൻ്റെ മോൾക്ക് 70% ഡിസേബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് കാലും കൈക്കും ഒക്കെ പാരാലിസിസ് ഉണ്ട്, സെമി പാരാലിസിസ് ആണ്. അപ്പോൾ അവിടെ അവർ അങ്ങനെ സമ്മതിക്കത്തില്ല കയറാനായിട്ട്. എൻ്റെ മോളെ എന്നല്ല, ഒരുവിധപ്പെട്ട അവശതയെ ഒന്നും അവർ പടി ചവിട്ടാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരെയും തിരിച്ച് ഈ ഓട്ടോയിൽ കയറ്റി കേബിൾ കാറിൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ടായിരുന്നു. കേബിൾ കാറിൽ പോവാൻ അവശരല്ലാത്തവർക്കും പോകാം. 50 രൂപയാണ്, 50 രൂപ 100 രൂപ കൊണ്ടാണ് ഫീ എന്ന് തോന്നുന്നു. 50 രൂപയാണ് ഒരാൾക്ക് ഫീ. അപ്പം പടി ചവിട്ടണ്ട, ഞങ്ങൾക്ക് ഭഗവാനെ കയറി തൊഴുതാൽ മതി, അങ്ങനെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് അവിടെ ചെന്നിട്ട് 50 രൂപ കൊടുത്ത് കേബിൾ കാറിനകത്ത് പോകാവുന്നതേ ഉള്ളൂ. പോകുന്ന വഴിക്കെല്ലാം കാവടിയും കുടവും ഒക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇതൊക്കെ. പളനിയിൽ വന്നാൽ അതൊരു പ്രത്യേക ഒരു വൈബും ഒരു അനുഭൂതിയാണ്. അത് വന്നിട്ടുള്ളവർക്കറിയാം പളനി എന്താണെന്ന്. പിന്നെ കൂടുതലും പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ പിടിച്ചുപറിയും കള്ളത്തരവുമാണ്. പിന്നെ പോക്കറ്റടി തൊഴുതിറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ. ഒരു പൂച്ചക്കുട്ടീനെ കണ്ട് ദേവുട്ടി സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. വീട്ടിലും പൂച്ചകളുള്ളതുകൊണ്ട് തന്നെ എവിടെ പൂച്ചയെ കണ്ടാലും അമ്മയും മോളും അവിടെ തിരിഞ്ഞ് നിന്ന് കളിക്കും, അത് വേറെ കാര്യം. പിന്നെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്, വണ്ടി അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. കേബിൾ കാറിനകത്ത് ഞങ്ങളെ കൊണ്ടുപോയി. എൻ്റെ മോൾക്ക് ഡിസേബിലിറ്റി ഉള്ളതുകൊണ്ട് അവർ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തായാലും പളനിക്ക് ചവിട്ടാൻ കയറുമ്പോൾ മല ചവിട്ടാൻ പോകുമ്പോൾ കൊണ്ടുപോകത്തില്ലല്ലോ. അപ്പോൾ ഫോണിലുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു മന്ദബുദ്ധിയായിട്ടാണേ ഫോണിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചു, ഇതറിയാൻ വേണ്ടി തന്നെയായിരുന്നു ചോദിച്ചത്. അവിടെ മര്യാദയ്ക്ക് അവിടെ ഒരു ഫോൺ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവന്ന് അടച്ച് രസീത് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം അവിടെ ഞാൻ പറഞ്ഞു കുഞ്ഞിന് സുഖമില്ല, അപ്പം നമ്മൾ ഒറ്റയ്ക്കാണ്, ബാക്കിയുള്ളവരൊക്കെ വേറെയാണ്, അവരൊക്കെ ചവിട്ടുന്നവരാണ്, ഞാൻ കേബിൾ കാറിൽ പോകുന്നതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എനിക്ക് വിളിക്കാൻ വേറെ മാർഗ്ഗമില്ല, ആരെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിലോ വണ്ടി ഇരിക്കണവരെ വിളിക്കണമെങ്കിലോ ഫോണില്ലാതെ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് ഫോൺ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് ഫോൺ കൊടുത്തെന്നും പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറയും റെസിറ്റ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. പിന്നെ മനസ്സിൽ ശപിച്ചുകൊണ്ട് ഞാൻ പോയി ഫോൺ കൊണ്ട് കൊടുത്തിട്ട് കേബിൾ കാറിനകത്ത് കയറി. കേബിൾ കാറെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലിയ സംഭവം, കുതിച്ച് പോകുമ്പം ഇല്ല അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കാണുന്ന കണക്ക് സംഭവമൊന്നുമില്ല. വെറുതെ ട്രെയിനകത്തോ ബസ്സിനകത്തോ ഇരിക്കുന്ന കണക്ക് മെല്ലെ പോകുന്നത്. മെല്ലെ പോയി കാരണം സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകണതല്ലേ, അപ്പോൾ അത്രയും സുരക്ഷിതമായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ മനോഹരമായിരുന്നു. മുകളിലോട്ട് കയറും തോറും ആ പളനി നാട് ഫുള്ള് നമുക്ക് കാഴ്ചയിൽ കണ്ണിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എനിക്കത് പറയാൻ വാക്കുകളില്ല. അപ്പം ഞാനതൊക്കെ കണ്ടു, ദൈവമേ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാൻ പറ്റിയിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നിട്ട് മുകളിൽ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ലിഫ്റ്റുണ്ട്, ലിഫ്റ്റിനകത്ത് കയറി നമ്മൾ ക്യൂവിൽ നിന്ന് നിൽക്കണ്ട, അവിടെ നിന്ന് ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് കയറാനുള്ളൊരു വഴിയുണ്ട്, അവിടെ ചെന്ന് നിൽക്കും.
അവിടെ നാത്തേക്ക് കയറുക, ഭഗവാനെ തൊഴുക. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കണ്ടു തൊഴുതു കേട്ടോ. ദേവൂട്ടി പിന്നെ ഹര ഹര ഹരോ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഉറക്കനെ. അപ്പോൾ അത് കേട്ടപ്പം പൂജാരി കുറേ നേരം നിർത്തി കുറേ പൂജകളും ഒക്കെ നടത്തി, കുറേ പൂക്കളൊക്കെ കൊടുത്ത്, കുറേ ഭസ്മമൊക്കെ ഭഗവാന്റെ അടുത്ത് നിന്ന് എടുത്ത് പൊതിഞ്ഞൊക്കെ തന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ അമ്പലങ്ങളിലും, ഈ അമ്പലങ്ങളിലെല്ലാം നമ്മൾ പോയ എല്ലാ അമ്പലങ്ങളിലും നമുക്ക് ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല കേട്ടോ. നല്ലതുപോലെ നമുക്ക് തൊഴുവാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ കൊച്ചിന് വയ്യാഞ്ഞിട്ടൊരു ആനുകൂല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറ്റി. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് തിരിക്കുവാണ്. ഞങ്ങൾ നേരെ പരുന്തുംപാറയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ആഹാരം കഴിച്ചതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു. ആഹാരം കഴിക്കുന്നതൊക്കെ എടുക്കാൻ ഞാൻ എന്തോ മറന്നു പോകാറുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കതൊരു ശീലമില്ല, അല്ലെങ്കിൽ എനിക്കതൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ താമസിച്ച റൂമൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പോകുന്ന തിരക്കിൽ ഞങ്ങളും പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി. പിന്നെ തമിഴ്നാടിൻ്റെ ആ മനോഹരമായ സ്ഥലങ്ങളിലൂടെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ വാഗമണിലോട്ട് പോവുകയാണ് കേട്ടോ. വാഗമൺ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ ഇങ്ങനെ വൈബടിച്ച് പലപ്പോഴും കണ്ണ് ഉറങ്ങി തട്ടിയിട്ട് പലപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ചുരുക്കം ചില സ്ഥലത്ത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ എടുക്കുമ്പം വിചാരിക്കും നിങ്ങളെയും കൂടെ കാണിക്കാം. കാരണം എനിക്ക് കണ്ണിന് കാണുന്ന ഭംഗി എന്താണോ ആ ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാവോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കിഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടട്ടെ, കാണട്ടെ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. പലപ്പോഴും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കാം. ഇഷ്ടമായില്ലെങ്കിൽ സ്കിപ്പ് അടിച്ചേക്കും കേട്ടോ. പിന്നെ നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയ ആൾക്കാരാണ്, ഇപ്പോഴും ആ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളെ എല്ലാം സപ്പോർട്ട് ഞങ്ങളുടെ ഈ ചാനലിൽ ഉണ്ടായിരിക്കണം. എൻ്റെ അവസാന പ്രതീക്ഷയാണ് കേട്ടോ ഈ ചാനൽ. അപ്പോൾ പറ്റുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ. പിന്നെ ദേവുവിൻ്റെ വക പട്ടിഷോയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും കേട്ടോ. ഡാൻസും പാട്ടും ബഹളവും. ആറാടുകയാണ് ആറാടുകയാണ്. ദേവുട്ടി ആറാടുന്ന കണ്ടപ്പം ബാക്കിയുള്ളവർ ഇറങ്ങി. പിന്നെ അവിടെ അതിനകത്തൊരു ബഹളമായിരുന്നു. ടൂറിസ്റ്റ് വണ്ടിയുടെ വൈബ് എങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ ആ രീതിക്കെല്ലാം ആസ്വദിച്ചു എൻ്റെ ദേവുട്ടിയും കൂടെ ഉള്ളവർ കേട്ടോ. പാട്ടിടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ്സ് അടിക്കുക, അതുകൊണ്ടാണ് വോയിസ് ഇടുന്നത്. എന്താ പറയുക, അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇടയ്ക്കൊക്കെ വെച്ച് വീഴാനൊക്കെ പോയി, പക്ഷെ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾക്ക് ഈ യാത്ര. പാവം എൻ്റെ കുഞ്ഞ്, അവിടെ സന്തോഷമല്ലേ വലുത്. പിന്നെ വണ്ടിയുടെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്താ ലൈറ്റ്സാണെന്നറിയാമോ? വണ്ടികളായ ഇങ്ങനെ തന്നെ വേണം. നല്ല അടിപൊളി യാത്രയായിരുന്നു. ഡ്രൈവറും അടിപൊളിയാണ്. അതിനകത്തിരുന്ന് യാത്ര ചെയ്യുന്നൊരു ഫീലിങ്സ് പോലും നമുക്കില്ല. അത്രയും സുഖകരമായ ഒരു യാത്രയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിൽ ശിവപ്രിയ ഹോളിഡേയ്സ് ആണ് കേട്ടോ, കടയ്ക്കിലുള്ള വണ്ടിയാണ്. ശിവപ്രിയ ഹോളിഡേയ്സിന് ഇൻസ്റ്റയിൽ അടിച്ചു നോക്കിയാലും യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും കാണാൻ പറ്റും. നല്ല വണ്ടിയാണ്. നമ്മളെ കറക്റ്റ് സമയത്ത് അവർ ഉറക്കൊഴിഞ്ഞ് കൊണ്ടെത്തിക്കുകയും അത്രയും നല്ല പെർഫെക്ഷനാണ് ആ വണ്ടിയും വണ്ടിയുടെ ആൾക്കാരും ഒക്കെ. അപ്പോൾ ആവശ്യക്കാർ തിരക്കിക്കോ കേട്ടോ. പിന്നെ നമ്മൾ പോയത് കമ്പംതേനിയിലാണ് കേട്ടോ. അവിടെ മുന്തിരിപ്പാടമുണ്ട്. മുന്തിരിപ്പാടത്തൊക്കെ ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗവിയിൽ പോയപ്പോൾ മുന്തിരിപ്പാടത്ത് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ മുന്തിരിപ്പാടത്തിലേക്ക് പോയില്ല. എന്നോട് ശ്യാം പറഞ്ഞു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാമ്പിനെയും വലിയൊക്കെ എടുത്ത് മുറിനത്തും കഴുത്തിനും ഒക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് എടുക്കാം, ഒന്ന് പോയേക്കാൻ പറഞ്ഞു. എനിക്ക് ഈ സാധനത്തിനൊക്കെ പേടിയാണ്. എന്നിട്ട് ഞാൻ ഓടി. എൻ്റെ അമ്മയെ ഞാൻ കണ്ടില്ലേ, എൻ്റെ പുറത്തോട്ടിട്ടപ്പോൾ ഒരു തണുത്തൊരു സാധനം. അയ്യോ, എനിക്കിത് കാണുമ്പം തന്നെ പിറമ്പരിക്കണ്. ഞാൻ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് കുറേ കിളികൾ നാലിട്ടും വന്നിട്ട് എൻ്റെ തോളിലും മുഖത്തും കഴുത്തിലും 40 രൂപ കണ്ട ടിക്കറ്റ് കൊടുത്ത് പേടിച്ച് വിറച്ച് കൊത്തും കൊണ്ട് ഇറങ്ങിയൊരു കക്ഷിയാണ് ഞാൻ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? തോളിലൊക്കെ വന്നിരിക്കുന്നുണ്ടോ? ഞാൻ പേടിച്ചു പോയി. ഒരു വട്ടം എൻ്റെ കയ്യിൽ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവും, ഈ പൈസയും കൊടുത്ത് എന്തിനാണ് ഇങ്ങനെ കയറി പേടിച്ച് പറയ്ക്കണമെന്ന്. നിങ്ങളെ കാണിക്കാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പോയില്ലേ. ഞാൻ കാണുന്നതൊക്കെ ഇത്ര റിസ്ക് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. നിങ്ങളിതെല്ലാം ഫുള്ളും ഇരുന്ന് കാണണേ. കണ്ടിട്ട് 2 തെറി പറഞ്ഞാലും വേണ്ടിയില്ല. പലതും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ജീവിച്ച് പോട്ടെ. ഇതൊക്കെ ഓരോരോ പ്രതീക്ഷകളാണ് നമ്മളെ ലൈഫിൽ. നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എല്ലാവർക്കും സക്സസ് ആവട്ടെ, അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടട്ടെ. എല്ലാവരും ഓരോരോ പ്രതീക്ഷകളിലൂടെ തുടങ്ങുന്നവരാണ്. ഇപ്പോൾ എല്ലാവരും 1 മില്യനൊന്നും അടിക്കണമെന്നൊന്നുമില്ല, ഉള്ളത് കൊണ്ടാവട്ടെ. ഞാൻ ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കണില്ല. ഇപ്പം എന്താണ് മണിക്കുട്ടൻ കരയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ കിളികളെയൊക്കെ കണ്ട് ആസ്വദിച്ച് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എൻ്റെ കമ്മലിലും എൻ്റെ കൈ കിടന്ന വളയിൽ എൻ്റെ കഴുത്തിൽ കിടന്ന മാലയിലൊക്കെ ആയിരുന്നു ഇവരുടെ നോട്ടം ഫുള്ളും കേട്ടോ. ഞാൻ പറഞ്ഞു, പൊന്നുപഹയന്മാരെ, ഇതൊന്നും സ്വർണ്ണമൊന്നും അല്ല, നിങ്ങളിതിനകത്ത് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ കമ്മലും മാലയിലേക്കും പിടിക്കാൻ ട്രെയിനിങ് കൊടുത്തിട്ടേക്കുവാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിട്ട് പിള്ളേരും പിന്നെ എന്തോ ഒരു എലിയണൊക്കെ ഒരു സാധനമൊക്കെ എടുത്തിട്ട് തോളി വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടി തള്ളി. ഒരു കൊച്ച് കണ്ടല്ലേ, അവൾ പേടിച്ച് വിറച്ച്. അവളെ ചേച്ചീനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. എടി നീ അങ്ങനെ ചെയ്യടി, നീ ഇങ്ങനെ ചെയ്യടി, നീ എടുക്കടി. അവളെ കഴുത്തിലിട്ടിട്ടപ്പോഴേ അവൾ പേടിച്ച് നിലവിളി തുടങ്ങി. വെളിയിൽ നിൽക്കുന്നവർക്ക് പറയാൻ എളുപ്പമുണ്ട്. പിന്നെ എൻ്റെ കയ്യിലെടുത്ത് വെച്ച് തന്നു. ഞാൻ വിറയ്ക്കുന്നതൊന്നും ആർക്കും കാണാൻ പറ്റില്ല, പക്ഷേ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മറ്റേ കൈ ഫോൺ പിടിച്ചിരിക്കുന്നത് കാരണം എന്താ പറയുക, നല്ല രീതിയിൽ എൻ്റെ മുഖം കണ്ടാലേ നിങ്ങൾ ചിരിച്ച് പണ്ടാരടങ്ങിയിരുന്നേനെ. പിന്നെ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതുതന്നെ ഒരു ആശ്വാസം. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഒരു പുഴു തറയിൽ കൂടെ പോയാലും 4 രണ്ടും പൊക്കി പെരുവരിൽ ഊന്നി കിടക്കണം ഞാനാണ്. ഞാനാണിപ്പോൾ ഇതൊക്കെ എടുത്ത് വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നല്ലതിനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ആശ്വാസം. പിന്നെ മുന്തിരിപ്പാടമാണോ കാണുന്നത്, മുന്തിരിപ്പാടം പുത്ത് നിൽക്കണം, മുറ്റത്ത് കൊണ്ടുപോവാം. അങ്ങനെ മുന്തിരിപ്പാടമൊക്കെ കണ്ടു. മുന്തിരിപ്പാടം ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ഇപ്പം മുന്തിരി എല്ലായിടത്തും ഇല്ല, വലിയ സീസണൊന്നുമല്ല. പിന്നെ 4 കിലോ 200 രൂപയോ മറ്റോ ഒരു പെട്ടിക്കകത്ത് അങ്ങനെയൊക്കെ എല്ലാവരും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മേടിച്ചതൊന്നുമില്ല. അങ്ങനെ അവിടുത്തെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് എല്ലാവരും ചായയൊക്കെ കുടിച്ച് വന്നു. ഞാൻ ഇങ്ങനെ പോയത് ആരും അറിയില്ല കേട്ടോ, 2-3 നേരെ അറിഞ്ഞുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും കുറ്റവും പറഞ്ഞു, നീ ഞങ്ങളെ കൊണ്ടുപോകാതെ പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ മുന്തിരി കാണാൻ ഓടി, ഞാൻ എൻ്റെ കുഴപ്പമാണെന്ന് ചോദിച്ച്. കണ്ടോ, മുന്തിരിപ്പാടത്തിൻ്റെ ഭംഗിയിലൂടെയാണ് ഇപ്പോൾ ഈ യാത്ര. എന്ത് രസമാണെന്നറിയാമോ. തമിഴ്നാട് വേറെ വൈബാണ് മക്കളെ. കാര്യം എന്തൊക്കെ പറഞ്ഞിരുന്നാലും തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ നേരെ പോണത് വാഗമണിലേക്കാണ്. വാഗമണി ചെന്നപ്പോഴുള്ള വിശേഷങ്ങൾ ഇതാ ഉടനെ ഉണ്ട്. പോകുന്ന വഴിക്ക് കലാകായിക മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദേവൂട്ടിയുടെ വക പാട്ട്, വലിയ അമ്മമാരുടെ വക പാട്ട്. ദേവൂട്ടി മയക്ക് കൈ കിട്ടിയതിന് ശേഷം പിന്നെ വേറെ ആർക്കും കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുന്നുണ്ടായിരുന്നില്ല. ഉള്ള പാട്ട് മുള്ള തട്ടി വിടുന്നുണ്ടായിരുന്നു. ഏതൊക്കെയോ പാട്ടുകൾ പാടുന്നുണ്ട്. ഇല്ലല്ലോ മെഡ്ലേ പോലെയായിരുന്നു. ഒരെണ്ണം പാടിയിട്ട് അടുത്തത് ഉടനെ പാടും. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതെവിടെയാണ്, വണ്ടിപ്പെരിയാറ് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ പോവുകയാണ് വണ്ടി. അമ്പോ എന്താ കാഴ്ചകളാണെന്നറിയാമോ. നല്ല രസമാണ് കണ്ടിരിക്കാൻ. പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ ഉറങ്ങിപ്പോയി കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ ഈ വീഡിയോ ഇന്നും നാളെയൊന്നും തീരത്തില്ല. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ കാണുന്നതൊക്കെ നിങ്ങളെ കാണിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. കണ്ടോ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി കണ്ടോ, എന്ത് രസമാണ്. നിങ്ങളൊക്കെ കണ്ടു കാണും കേട്ടോ. നമ്മൾ വല്ലപ്പോഴും കാണുന്നവർക്ക് ഇതൊക്കെ ഒരു ഭയങ്കര പ്രത്യേകതയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ പോയത് വാഗമണിലേക്കാണ് കേട്ടോ. വാഗമണിൽ നമ്മൾ ചെന്നപ്പം നല്ല ഇരുട്ടിയായിരുന്നു. 8 മണിയോ മറ്റോ ആയിരുന്നു. 7:30 കഴിഞ്ഞു. ഒന്നും കാണാൻ പറ്റില്ല, മഞ്ഞും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ അവിടുന്ന് ചായയും കടിയൊക്കെ കഴിച്ച് ഞങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. വാഗമണ്ണ് അല്ലാത്ത പകൽ സമയത്ത് തന്നെ നല്ല ഭംഗിയാണ്. ഞാൻ മാറിയില്ലേ, തണുപ്പ് മാറി പോകുന്നത് നേരെ ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. രാത്രി 1 മണിക്കൊക്കെ നിങ്ങൾ വീട്ടിൽ വന്നു. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും കാണണേ ദയവ് ചെയ്ത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താഴെ
കളിയാക്കിയാ കളിയാക്കി. പിന്നെ അത് മോശമല്ലേ? 2 ചായക്കട ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കളിയാക്കിയതില് അയ്യോ വീഡിയോ ആണോ? ബാറ്ററി ടൗണായി. വെട്ടയില്ലേ? ഏതെങ്കിലും വേണം ചോക്ലേറ്റ്? ഒന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നിക്കി. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളെപ്പോഴും വരുന്നില്ലയോ. ഏറെക്കുറെ